ഹായ്, അസ്സലാമു അലൈക്കും. ക്യാമിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാൻ ടോപ്പിൻ്റെ ചുരിദാറിൻ്റെ ടോപ്പ് സ്റ്റിച്ച് ചെയ്യുന്നതും കട്ട് ചെയ്യുന്നതൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് ബാലൻസ് വരുന്ന തുണി വേസ്റ്റ് ചെയ്യാതെ കട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് പിന്നെ വേറെ എന്തെങ്കിലുമായിട്ട് യൂസ് ചെയ്യാമെന്നുള്ളത്. അപ്പം അതേ തുണി തന്നെയാണിത്. അതായത് ഫ്ലോറൽ പ്രിൻറ്റിനുള്ള ഞാൻ ടോപ്പിന് തയ്ച്ചതിൻ്റെ ബാലൻസ് തുണി ഒരു 1/2 മീറ്റർ കഷ്ടിച്ച് വരെയുള്ളൂ. അതും ഹാഫ് അതിൻ്റെ ബാലൻസ് ആ സെൻറ്ററിൽ നിന്ന് കട്ട് ചെയ്ത് പോയതിൻ്റെ ബാലൻസ് തുണിയാണ്. അപ്പോൾ ഇത് ഒരു സിമ്പിളായിട്ടുള്ളൊരു സ്കേർട്ട് തയ്ക്കുന്ന മെത്തേഡാണ് കാണിച്ചു തരുന്നത്. സിമ്പിളായിട്ടെന്ന് പറഞ്ഞാൽ ഒരു ചെറിയ കുട്ടിക്ക് സിമ്പിളായിട്ട് സ്കേർട്ട് തയ്ക്കുന്ന മെത്തേഡ്. ഈ മെത്തേഡ് തന്നെ നമുക്ക് വലിയവർക്കും യൂസ് ചെയ്യാം. വളരെ എളുപ്പമാണ്. എങ്ങനെയാണെന്ന് നോക്കാം. ഇപ്പം ഞാൻ 2 വയസ്സുള്ളൊരു മോക്ക് വേണ്ടിയിട്ടാണ് സ്കേർട്ട് തയ്ക്കുന്നത്. അപ്പോൾ ഈ തുണി ജസ്റ്റ് ഒരു 1/2 മീറ്ററേ വരുന്നുള്ളൂ. പക്ഷെ നോക്കുമ്പോൾ നിങ്ങൾക്ക് ഇത് ഒത്തിരി ആയിട്ടുണ്ടെന്ന് തോന്നുന്നത്. ഇത് ഹാഫാണ്. ഇത് നൂത്ത് പിടിക്കുമ്പോഴത്തേക്കും ഇതിൻ്റെ 1 മീറ്ററോളം കിട്ടും നമുക്ക്. അപ്പോൾ ഇതിനെ ഞാൻ 2ആയിട്ട് വീണ്ടും കട്ട് ചെയ്താണ് എടുക്കുന്നത്. 2 വയസ്സുള്ള മോൾക്കൊരു ഇറക്കം വന്നിട്ട് ഒരു 12 ഇഞ്ച് ഇറക്കമൊക്കെ ഉണ്ടെങ്കിൽ മുട്ടിന് താഴെയോ ഒക്കെ നിൽക്കും കറക്റ്റായിട്ട്. നിങ്ങൾക്കിപ്പോൾ ആ മെഷർമെൻറ്റ് അറിയില്ല. ഇപ്പം നിങ്ങളുടെ തന്നെ കുഞ്ഞുങ്ങൾക്ക് ഇപ്പം സ്റ്റിച്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള മെഷർമെൻറ്റ് അറിയില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യുക, ഇടുപ്പിൻ്റെ അവിടെ നിന്ന് ടേപ്പ് വയ്ക്കുക. ഇടുപ്പിൻ്റെ അവിടെ നിന്ന് ടേപ്പ് താഴോട്ട് എത്ര ലെങ്ത്തിൽ വരെ മുട്ടിൻ്റെ അവിടെ വരെ മതിയോ എങ്കിൽ മുട്ടിൻ്റെ അവിടെ വരെ ടേപ്പ് ലെങ്ത്തിന് വെച്ചിട്ട് ആ ലെങ്ത്ത് അളന്നിട്ട് അതിന് കണക്കാക്കി ഈ തുണി അങ്ങോട്ട് കട്ട് ചെയ്യുക. ഇപ്പം നിങ്ങൾക്ക് വേറെ തുണി ഉണ്ടെങ്കിൽ ഇങ്ങനെ ട്രൈ ചെയ്യാം കേട്ടോ. ഇതിപ്പം ബാലൻസ് തുണി വന്നാലേ ഞാൻ കാണിക്കുന്നതേ ഉള്ളൂ. അതല്ലാതെ വേറെ തുണി കയ്യിലുണ്ടെങ്കിലും ഇതുപോലെ ജസ്റ്റ് ഒന്ന് 1/2 മീറ്റർ തുണി ഉണ്ടെങ്കിലും ട്രൈ ചെയ്യാവുന്നേ ഉള്ളൂ. ഒരു 2 വയസ്സ് 4 വയസ്സ് വരെയുള്ളൊരു കുട്ടികൾക്കൊക്കെ ഒരു 1/2 മീറ്റർ തുണി ഉണ്ടെങ്കിൽ തന്നെ ധാരാളമായിട്ട് ഇങ്ങനെ ഈ ഫ്രോക്കല്ല സ്കേർട്ട് നമുക്ക് തയ്ച്ചെടുക്കാം. അപ്പോൾ ഇപ്പോൾ ഇതാണ്ട് ഇതൊരു 12.5 ഇഞ്ച് നീളത്തിൽ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ 12.5 ഇഞ്ചിന് ഞാനൊന്ന് ഈ സൈഡിലൊക്കെ ഒന്നൊന്ന് കട്ട് ചെയ്ത് ലെവൽ ചെയ്യുവാണ്. ഇതിപ്പോൾ 12.5 ഇഞ്ച് 2ആയിട്ട് മടക്കിയിട്ടിരിക്കുകയാണ്. അപ്പോൾ 12.5 ഇഞ്ചുണ്ട്. അപ്പോൾ നമുക്കിതിന് വീണ്ടും ഒന്ന് സെൻറ്ററിൽ നിന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് 2 പീസായിട്ട് എനിക്ക് കിട്ടും. കണ്ടില്ലേ? ഇതുപോലെ നീളത്തിൽ 2 പീസായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇത്രയും നീളത്തിൽ കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല. കുറച്ചേ ഉള്ളൂന്നുണ്ടെങ്കിൽ അതനുസരിച്ച് എടുത്താൽ മതി. പിന്നെ അതല്ല, നിങ്ങൾക്ക് നീളം കുറവാണ്, അതായത് താഴോട്ടുള്ള നീളം കുറവാണെന്നുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യുക. ആദ്യം ഇതുപോലെ വെട്ടിയെടുത്തതിന് ശേഷം കുറച്ചും കൂടെ നീളത്തിന് കിട്ടുന്നത് ഇതിന് മാച്ചിങ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു കളറ്, ഒരു കോട്ടൺ തുണിയോ അല്ലെങ്കിൽ ഇതിന് മാച്ചിങ് ആയിട്ടുള്ള വേറെ ഏതെങ്കിലും ഫ്ലോറൽ പ്രിൻറ്റിൻ്റെ, ഇപ്പം ഇതിൽ വരുന്ന ഓറഞ്ച് ഈ ഗ്രീനൊക്കെ വരുന്നുണ്ട്. അപ്പം അതിന് മാച്ചിങ് വേറെ ഏതെങ്കിലും പ്ലെയിൻ കളർ തുണിയോ അല്ലെങ്കിൽ ലേസോ അങ്ങനെ എന്തെങ്കിലും വെച്ച് വേണമെങ്കിൽ നമുക്ക് ഇറക്കം കൂട്ടാം. അപ്പം ജസ്റ്റ് നമുക്ക് വീട്ടിൽ വീടാൻ വേണ്ടിയിട്ടൊക്കെ കുഞ്ഞുങ്ങൾക്ക് ഇതുപോലെ തയ്ച്ചെടുക്കാം. വെളിയിൽ നിന്ന് വെറുതെ വാങ്ങിക്കേണ്ട ആവശ്യമില്ല. സിമ്പിളാണ്. നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതുപോലെ ഞാനിപ്പോൾ 2 പീസ് എടുത്തിട്ടുണ്ട്. ഇനി ഇതെങ്ങനെയാണ് തയ്ക്കുന്നതെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇതിൻ്റെ ഇറക്കം നോക്കുന്ന മനസ്സിലായല്ലോ അല്ലേ? അതായത് ഹിപ്പിൻ്റെ പോർഷൻ, നമ്മുടെ ഇടുപ്പിൻ്റെ പോർഷൻ്റെ അടുത്ത് വെച്ചിട്ട് അത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ കണ്ടല്ലോ അല്ലേ? ഇതൊരു ഫ്രോക്കായിട്ടോ സങ്കല്പിച്ചു കേട്ടോ. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും നമുക്ക് ഇടുപ്പിൻ്റെ പോർഷൻ എന്ന് പറയുന്നത് നമ്മൾ എവിടെ നിന്നാണോ പാവാട കെട്ടുന്നത് അല്ലെങ്കിൽ പാൻറ് ഇടുന്നത് ആ പോർഷൻ്റെ അവിടെ നിന്ന് നമുക്ക് താഴോട്ട് ലെങ്ത് അളക്കുക. എത്രയാണോ ആ കുട്ടിക്ക് ലെങ്ത് വേണ്ടത് അത് നമുക്ക് ടേപ്പ് വെച്ച് അളന്നെടുക്കാം. ടേപ്പ് വയ്ക്കുമ്പോൾ ഇതുപോലെ ഇടുപ്പിൻ്റെ അവിടെ നിന്ന് ഇപ്പോൾ ഇത് വന്നിട്ട് ഒരു 9.5 ഇഞ്ച് ഇറക്കം വരുന്ന ഒരു സ്കേർട്ടായിട്ട് കണക്ക് കൂട്ടുക. 9.5 ഇഞ്ച് ഇറക്കം വരുന്ന ഒരു സ്കേർട്ട്, മുട്ടിൻ്റെ അത്രയും വരുന്ന ഒരു സ്കേർട്ടാണത്. അപ്പോൾ നമുക്ക് എത്രയാണോ കുട്ടിക്ക് ഇറക്കം വേണ്ടത് അതനുസരിച്ച് നമുക്ക് ടേപ്പിൻ്റെ ലെങ്ത്ത് താഴോട്ട് കുറയ്ക്കാം, താഴോട്ട് കൂട്ടിയെടുക്കാം. അങ്ങനെ വരുമ്പോഴത്തേക്കും എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ ഈ 9.5 ഇഞ്ച് ഇപ്പോൾ ഞാനിപ്പോൾ സ്കേർട്ടിന് എടുത്തിട്ടുണ്ടല്ലോ, ഈ 9.5 ഇഞ്ച് കൈ കൊണ്ട് പിടിച്ചതിന് ശേഷം കറക്റ്റ് ഒന്ന് ഏതെങ്കിലും പേപ്പറിൽ എഴുതി വയ്ക്കുക. എഴുതി വെച്ചതിന് ശേഷം മേളിൽ നിന്ന് താഴോട്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന തുണി, ഏത് തുണിയാണോ തയ്ക്കാൻ ഉദ്ദേശിക്കുന്നത്, ഇതാണ് ഇപ്പോൾ ഞാൻ തയ്ക്കാൻ ഉദ്ദേശിക്കുന്ന തുണി. അപ്പോൾ അതിൽ എവിടെ നിന്നാണോ നമ്മൾ നീളം എവിടെ നിന്നാണോ എടുക്കുന്നത്, ഇപ്പോൾ വീതിയാണല്ലോ, ഈ തുണിയുടെ വീതിയാണ് ഈ പോർഷൻ.
വീതിയാണ് ഈ പോർഷൻ എന്ന് പറയുന്നത്. നീളം എന്ന് പറയുന്നത് താഴോട്ടാണ്. അപ്പം താഴോട്ട് നമ്മൾ ഈ 9.5 ഇഞ്ച് മേളിൽ നിന്ന് ആ ഇഞ്ചിൻ്റെ ടേപ്പിൻ്റെ ഇഞ്ച് അരികു വരുന്ന പോർഷൻ്റെ അവിടെ നിന്ന് താഴോട്ട് കറക്റ്റ് ചെയ്ത് പിടിച്ചിട്ട് 9.5 ഇഞ്ച് മാർക്ക് ചെയ്യാം. ഈ 9.5 ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം ബാക്ക് സൈഡിലായിട്ട് വേണം മാർക്ക് ചെയ്യാൻ. 9.5 ഇഞ്ച് മാർക്ക് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് തുണി തയ്യൽ തുമ്പ് കൂടുതലായിട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ അത്രയും ബാലൻസ് കുറച്ചേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ താഴോട്ടിടുക. അതല്ല കുറച്ചുകൂടെ കൂടുതലുണ്ടെങ്കിൽ തയ്യൽ തുമ്പിനായിട്ട് 1 ഇഞ്ച് കൂടെ മാക്സിമം ഇടുക. അതായത് നമുക്കൊന്ന് ഫോൾഡ് ചെയ്ത് മടക്കാൻ കണക്കാക്കി മാത്രം ഇടുക. അതല്ല തയ്യൽ തുമ്പൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ ഇട്ടേക്കുക, കുഴപ്പമില്ല. ലേസോ എന്തെങ്കിലും വെച്ച് നമുക്ക് അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. ഇപ്പോൾ ഇതുപോലെയാണ് നമ്മൾ മെഷർമെൻറ്റ് എടുക്കാനുള്ളത്. ഇപ്പോൾ ബാലൻസ് തുണിയോ അല്ലെങ്കിൽ നിങ്ങൾ അതിൽ കുറച്ച് തുണിയോ എന്തെങ്കിലുമൊക്കെ മിച്ചമുണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇനി ഞാൻ ഇതിൻ്റെ സ്റ്റിച്ചിങ് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഇപ്പോൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്തതിനെ നമുക്ക് സ്റ്റിച്ചിങ് കാണാം. നമ്മളിപ്പോൾ ഇനി ഇത് സ്റ്റിച്ച് ചെയ്യുകയാണ്. സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഞാനിതിന് എലാസ്റ്റിക്കാണ് ഇടുന്നത് സ്കേർട്ടിന് വേണ്ടിയിട്ട്. അപ്പോൾ എലാസ്റ്റിക് ചെറിയ കുട്ടികൾക്ക് 1/2 ഇഞ്ചിൻ്റെ എലാസ്റ്റിക് ഇട്ടാൽ മതി. വലിയവർക്കാണെന്നുണ്ടെങ്കിൽ 1 ഇഞ്ചിൻ്റെ എലാസ്റ്റിക് ഇടാം. അപ്പോൾ എലാസ്റ്റിക്കിൻ്റെ അളവനുസരിച്ചാണ് നമ്മൾ മടക്കി അടിക്കുന്നത്. ഈ മടക്കിൻ്റെ അകത്തൂടെ നമുക്ക് എലാസ്റ്റിക് പിന്നിലൂടെ കയറ്റി കൊണ്ടുപോകണം. അപ്പോൾ അതനുസരിച്ച് എലാസ്റ്റിക്കിൻ്റെ അളവനുസരിച്ച് നമ്മൾ ഇത് മടക്കി കൊടുക്കുകയും വേണം. അപ്പോൾ എടുക്കുമ്പോൾ മേളത്തെ പോർഷനിൽ നിന്ന് ഇപ്പോൾ നല്ല വശവും അകത്തെ വശവും ശ്രദ്ധിച്ച് നോക്കണം. അതിനുശേഷം അകത്തെ വശത്തേക്കാണ് നമുക്ക് മടക്ക് വേണ്ടത്. അപ്പോൾ അകത്തെ വശത്തേക്ക് ഈ എലാസ്റ്റിക് ഒന്ന് ഇപ്പോൾ തയ്ക്കാൻ അറിയാവുന്നവർക്ക് ഇതൊന്നും പറഞ്ഞു തരാതെ തന്നെ മനസ്സിലാവും. ഞാൻ ബിഗിനേഴ്സിനെ കൂടെ ഉദ്ദേശിച്ചിട്ടാണ് ഇങ്ങനെയെല്ലാം പറഞ്ഞു തരുന്നത്. ഏതെങ്കിലും രീതിയിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിട്ടുള്ള തോന്നുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഞാൻ പറയുന്നത് കുറച്ച് കൂടി പോകുന്നുണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ആഡ് ചെയ്യണം. അപ്പോൾ ഞാൻ എൻ്റെ ഈ സംസാരം കുറച്ചുകൂടെ കുറയ്ക്കാം. മനസ്സിലാവോ ഇല്ലയോ എന്നുള്ള ഡൗട്ട് കൊണ്ടാണ് കൂടുതലും സംസാരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഈ എലാസ്റ്റിക് ഇതുപോലെ പിടിച്ചതിന് ശേഷം ഇതിൻ്റെ മേളിലായിട്ട് കുറച്ച് ഇതുപോലെ തുണി വിടുക. അതായത് വീതി കൂടിയ വശത്തേക്കാണ് നമുക്ക് എലാസ്റ്റിക് ഇങ്ങോട്ട് നീട്ടിയിടേണ്ടത്. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ പിടിച്ചതിന് ശേഷം ഇങ്ങനെ ഒന്ന് കവർ ചെയ്ത് നോക്കുക എത്രത്തോളം നമുക്ക് തയ്ക്കാൻ വേണ്ടി വരും. അപ്പോൾ ഇതുപോലെ കാണുന്നുണ്ടല്ലോ അല്ലേ? ഇതുപോലെയാണ് നമ്മൾ എലാസ്റ്റിക് ഇതുപോലെ കുറച്ച് ലൂസ് ഉണ്ടെങ്കിൽ മാത്രമേ എലാസ്റ്റിക് കയറി പോകത്തുള്ളൂ. അപ്പോൾ ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഇവിടെ ഒരു 1/4 ഇഞ്ച് വിട്ടതിന് ശേഷം പിന്നെ കുറച്ച് ഒരുപാട് അങ്ങ് ടൈറ്റ് ചെയ്ത് പിടിക്കാതെ ഒരു മടക്കും കൂടെ മടക്കിയതിന് ശേഷം ഇതുപോലെ ഇങ്ങനെ വിട്ടു കൊടുക്കുക. ഈ മടക്കിയതിന് ശേഷം എലാസ്റ്റിക് അകത്തൂടെ നമുക്ക് എടുക്കാൻ പറ്റണമെന്ന് നോക്കണം. അപ്പോൾ കണ്ടില്ലേ, ഇതുപോലെ ഇങ്ങനെ വെച്ചതിന് ശേഷം എലാസ്റ്റിക് എടുക്കുമ്പോൾ ഇതുപോലെ എലാസ്റ്റിക് അകത്തുനിന്ന് പുറത്തേക്ക് വരും. ഇനി ഇത് വെച്ചാണ് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് പോകേണ്ടത്. ഇതേ മെഷർമെൻറ്റിൽ ഇതേ അളവിൽ തന്നെ സ്റ്റിച്ച് ചെയ്തങ്ങ് പോവുക. ഇതിൽ ഒരു ബുദ്ധിമുട്ടുമില്ല. കുറച്ചൊന്ന് തയ്ച്ച് കഴിയുമ്പോൾ തന്നെ ബാക്കി സ്മൂത്തായിട്ടങ്ങ് നീട്ടി തയ്ച്ച് പോകാൻ പറ്റും. ആദ്യം ഈ തയ്ക്കാൻ വരുന്നതിനുള്ള ഒരു ബുദ്ധിമുട്ടേ ഉണ്ടാവുള്ളൂ. ഇപ്പോൾ ഇതുപോലെ ഇത് 2 പീസുണ്ട്. അപ്പോൾ 2 പീസ് ആയതുകൊണ്ട് നമുക്ക് ആദ്യം ഈ 2 പീസിനെയും ഒന്ന് ജോയിൻറ്റ് ചെയ്യാം. ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ഇതിൻ്റെ ഒരു പീസ് ഇപ്പോൾ ഒരു നീളത്തിലുള്ള ഒരു കഷ്ണമാണെന്ന് വെച്ചോ. അപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ നീളത്തിലുള്ള ഒരു പീസിന് 2 അറ്റവും ഒരുമിച്ച് ജോയിൻറ്റ് ചെയ്യുക. ചേർത്ത് പിടിച്ചതിന് ശേഷം നീളത്തിലുള്ള വശങ്ങൾ തമ്മിൽ 2 അറ്റവും ഇതുപോലെ ഒരുമിച്ച് ജോയിൻറ്റ് ചെയ്ത് വിടുക. അതുപോലെ 2 പീസാണെന്നുണ്ടെങ്കിൽ 2 പീസിനെ ആദ്യം ജോയിൻറ്റ് ചെയ്ത് മൊത്തത്തിൽ റൗണ്ട് ചെയ്ത് ജോയിൻറ്റ് ചെയ്ത് വെക്കുക. അതിനുശേഷമാണ് നമ്മൾ എലാസ്റ്റിക് ഇതിനകത്ത് വെക്കുന്നതിനെ കണക്കാക്കിയിട്ടുള്ള സ്റ്റിച്ചിങ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഞാനിത് എൻ്റെ കയ്യിൽ 2 പീസാണുള്ളത്. അപ്പോൾ ഞാൻ അതുകൊണ്ട് ഈ 2 പീസൊന്ന് സെൻറ്ററിൽ നിന്ന് ജോയിൻറ്റ് ചെയ്ത് ഒരു പീസാക്കുവാണ്. അതിനുശേഷം മറ്റേ അറ്റവും ജോയിൻറ്റ് ചെയ്ത് മൊത്തത്തിൽ ഒരു റൗണ്ടാക്കി എടുക്കുവാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഇത്രയും തുണി ഇല്ലെന്നുണ്ടെങ്കിലും ഒരു ചെറിയ കുട്ടിക്ക് തയ്ക്കാൻ ഇത്രയത്തിനൊന്നും ആവശ്യമില്ല. ഞാൻ നിറയെ ഒരു ഫ്ലെയർ ഒരു ചുരുക്ക് കിടക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇത്രയും തയ്ക്കുന്നത്. അപ്പോൾ 2 വശവും തയ്ച്ച് കവർ ചെയ്തു. ഇപ്പോൾ ഇതുപോലെ ഇങ്ങനെ റൗണ്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തത് എന്താണെന്ന് വെച്ചാൽ ഞാൻ നേരത്തെ കാണിച്ചു തന്നതുപോലെ ഏതെങ്കിലും ഒരു വശത്തുനിന്ന് ഇപ്പം എവിടെയാണോ മുകളിൽ നിന്ന് തയ്ക്കാൻ ഉദ്ദേശിക്കുന്നത്, എലാസ്റ്റിക് എവിടെയാണോ വെക്കാൻ ഉദ്ദേശിക്കുന്നത് ആ വശത്തുനിന്ന് അകത്തുനിന്ന് ഏത് സൈഡിൽ നിന്നായാലും മതി. ഏത് സൈഡിൽ നിന്ന് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ നമ്മളിത് റൗണ്ട് ചെയ്തേക്കുന്നതുകൊണ്ട് അരിക് വരുന്നില്ല. അപ്പോൾ അരികില്ലാതെ ഏത് വശത്തുനിന്ന് എവിടെ നിന്ന് വേണമെങ്കിലും ഈ എലാസ്റ്റിക് ഇടാൻ വേണ്ടിയിട്ടുള്ള സ്റ്റിച്ചിങ് കൊടുക്കാം നമുക്ക്. ഇനി നമുക്ക് എലാസ്റ്റിക് ഇടേണ്ട പോർഷൻ സ്റ്റിച്ച് ചെയ്യാം. നേരത്തെ ഞാൻ കാണിച്ചതുപോലെ
എലാസ്റ്റിക് ഇടേണ്ട സൈഡിൽ നിന്ന് ഒരു 1/4 ഇഞ്ച് ഇതുപോലെ ഇങ്ങനെ എടുത്തതിന് ശേഷം പിന്നെ എലാസ്റ്റിക്കിൻ്റെ അളവിനേക്കാളും 1 വരയോ 2 വരയോ കൂടുതലായിട്ട് എടുത്തിട്ട് ഇതുപോലെ മടക്കിയതിന് ശേഷം സ്റ്റിച്ച് ചെയ്ത് പോവുക. ഇത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ അരികിലൂടെ ഈ എഡ്ജിൽ കൂടെ തന്നെ തയ്ച്ച് പോകണം. ഇല്ലയെന്നുണ്ടെങ്കിൽ പിന്നെ എലാസ്റ്റിക് അകത്തോട്ട് കയറാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ ലൂസ് ഇടണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ലൂസ് ഇടാം, കുഴപ്പമില്ല. എലാസ്റ്റിക് കയറുമോ ഇല്ലയോ എന്നുള്ള ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ലൂസ് ഇട്ടാലും പ്രശ്നമില്ല. അതുപോലെ തന്നെ തയ്ക്കുമ്പോൾ ഈ എഡ്ജിൽ കൂടെ തന്നെ തയ്ച്ച് പോവുക. അകത്തേക്ക് കയറിപ്പോയി കഴിഞ്ഞാൽ എലാസ്റ്റിക് അകത്തേക്ക് കയറില്ല. അപ്പോൾ അതെന്തായാലും എപ്പോഴും ശ്രദ്ധിക്കണം. പാൻസ് ആണെങ്കിലും സ്കേർട്ട് ആണെങ്കിലും എന്ത് തന്നെ തയ്ക്കുകയാണെന്നുണ്ടെങ്കിലും ഈ ഒരു കാര്യം എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പോൾ ഇതുപോലെ എലാസ്റ്റിക് ഇടാനുള്ള പോർഷൻ ഞാൻ ഒരുവിധം തയ്ച്ച് വന്നിട്ടുണ്ട്. നമ്മൾ ആദ്യം തയ്ച്ചതിൻ്റെ അടുത്തെത്താറാകുമ്പോൾ 1 ഇഞ്ച് വ്യത്യാസത്തിൽ ഒരു ഇഞ്ച് നിങ്ങൾക്ക് എടുക്കാൻ അറിയില്ല എന്നുണ്ടെങ്കിൽ വിരലിൻ്റെ 1 ഇഞ്ച് വേണമെന്നില്ല, ഒരു 1/2 ഇഞ്ച് ആണെങ്കിലും മതി. വിരലിൽ ഒരു ലൈനിൻ്റെ അത്രയും ഡിഫറൻസിൽ കുറച്ച് പോർഷൻ വിടുക. അതിനുശേഷം അത്രയും ബാക്കി അവിടെ വരെ ഉള്ളത് മാത്രം സ്റ്റിച്ച് ചെയ്ത് വയ്ക്കുക. കാരണം നമുക്ക് എലാസ്റ്റിക് കയറ്റാനായിട്ട് കുറച്ച് പോർഷൻ വേണമല്ലോ, അതിന് വേണ്ടിയിട്ടാണ് അത്രയും വിടാനായിട്ട് പറയുന്നത്. ഒന്നെങ്കിൽ അവിടെ കെട്ടിടുക, അതല്ലാന്നുണ്ടെങ്കിൽ കുത്തി നിർത്തിയതിന് ശേഷം പുറത്തേക്ക് നൂല് വലിച്ചെടുക്കുക. അപ്പോൾ ഇത്രയും ആയിട്ടുണ്ട്. ഇനി നമുക്ക് താഴത്തെ പോർഷൻ മടക്കിയടിക്കണം. ഞാനിപ്പോൾ ഇതിൽ താഴത്തെ പോർഷൻ മടക്കിയല്ല അടിക്കുന്നത്, ഒരു ചെറിയ ലേസ് കൂടെ വയ്ക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാനിതിൻ്റെ ജസ്റ്റ് ഒന്ന് മടക്കി അടിക്കുന്നില്ല. ഒന്ന് ഓവർലോക്ക് ചെയ്തതിന് ശേഷം പിന്നെ ഒന്ന് തയ്ച്ച് വിടുവാണ്, ഒന്ന് ഓവർലോക്ക് ചെയ്തിട്ടൊരു ലേസ് വയ്ക്കുകയാണ് ചെയ്യണത്. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ താഴത്തെ പോർഷൻ തുണിയുള്ളതനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് മടക്കി അടിക്കാവുന്നതാണ്. ഓക്കെ, ഇനി നമുക്ക് ഇതിൽ എലാസ്റ്റിക് എങ്ങനെയാണ് കയറ്റണതെന്ന് നോക്കാം. എലാസ്റ്റിക് ഇടുമ്പോൾ ഇനി നിങ്ങൾ അറിയേണ്ട വേറൊരു കാര്യം എന്ന് പറയുന്നത് കുട്ടിയുടെ ഇടുപ്പ് വണ്ണം അറിയണം. അതിപ്പോൾ വലിയവരാണെന്നുണ്ടെങ്കിലും ചെറിയ ആൾക്കാണെന്നുണ്ടെങ്കിലും നമുക്ക് ഇടുപ്പ് വണ്ണം എത്രയാണെന്ന് അറിയണം. ഇടുപ്പ് വണ്ണം എടുക്കാൻ അറിയാത്തവർക്ക് എളുപ്പ വഴി എന്താണെന്നുള്ളതും കൂടെ കാണിച്ചു തരാം. അപ്പോൾ ഇടുപ്പ് വണ്ണം അറിയാനായിട്ട് നിങ്ങൾ ഇത്ര മാത്രം ചെയ്താൽ മതി. ഇപ്പോൾ ആരുടെയാണോ നിങ്ങൾ തയ്ക്കുന്ന സ്കേർട്ട് ആ കുട്ടിയുടെ അല്ലെങ്കിൽ വലിയവരുടെ ഇടുപ്പിൻ്റെ അളവ് എടുക്കുക. ഇടുപ്പിൻ്റെ അളവ് എങ്ങനെ എടുക്കുക എന്ന് പറയുന്നത് വെച്ചാൽ ഇതുപോലെ ഞാനിപ്പോൾ നിൽക്കുന്ന പോലെ നിർത്തിയതിന് ശേഷം എലാസ്റ്റിക് ബാക്കിൽ കൂടെ ഫ്രണ്ടിലേക്ക് പിടിക്കുക. എലാസ്റ്റിക് ഇല്ലയെന്നുണ്ടെങ്കിൽ ഒരു നൂല് കഷ്ണം ആയാലും മതി, പക്ഷേ എലാസ്റ്റിക് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റ് മെഷർമെൻ്റ് ആയിട്ട് കിട്ടും. എലാസ്റ്റിക് ബാക്കിൽ നിന്ന് ഫ്രണ്ടിലേക്ക് പിടിച്ചതിന് ശേഷം ഇതുപോലെ ഇങ്ങനെ ആദ്യം ജസ്റ്റ് നമ്മൾ എവിടെയാണോ പാൻറ്റ് അല്ലെങ്കിൽ സ്കേർട്ടൊക്കെ കെട്ടുന്നത് അതിൻ്റെ കറക്റ്റ് മെഷർമെൻറ്റിൻ്റെ അവിടെ വെച്ചതിന് ശേഷം ജസ്റ്റ് ഒന്ന് വലിച്ച് പിടിക്കുക. അതായത് നമുക്ക് ടൈറ്റായിട്ട് വേണമല്ലോ, എലാസ്റ്റിക് നല്ല ടൈറ്റായിട്ട് ഇരുന്നാൽ മാത്രമേ സ്കേർട്ടാണെങ്കിലും പാൻ്റ് ആണെങ്കിലും ഊരി പോവുക അല്ലെങ്കിൽ ഇടുമ്പോൾ ലൂസ് ആവാതെ ഇരിക്കുകയുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കറക്റ്റ് ചെയ്ത് ഒന്ന് നമുക്ക് ഒരു കംഫോർട്ട് തോന്നുന്ന അത്രയും ഒരു ലെവലിൽ വരെ കറക്റ്റ് ചെയ്ത് ടൈറ്റ് ചെയ്ത് പിടിക്കുക. കുട്ടികൾക്ക് ആകുമ്പോഴത്തേക്കും ഒരുപാട് അങ്ങ് ടൈറ്റ് ചെയ്ത് പിടിക്കരുത്. അതുപോലെ എലാസ്റ്റിക് നല്ല എലാസ്റ്റിക് ആയിരിക്കണം. ആ 2 കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. അതിനുശേഷം ഇതുപോലെ തയ്യൽ തുമ്പ്, അതായത് നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 1/2 ഇഞ്ച് ഇതുപോലെ തുമ്പ് വിട്ടതിന് ശേഷം പിന്നെ ബാലൻസ് ഇതുപോലെ നല്ല വൃത്തി ടൈറ്റ് ചെയ്ത് പിടിക്കുക. ടൈറ്റ് ചെയ്ത് പിടിക്കുമ്പോൾ നമുക്ക് എവിടെയാണോ കറക്റ്റ് ഒരു ഫിറ്റ്നസ് തോന്നുന്നത് ആ അളവിൽ വെച്ച് നമ്മൾ മതിയാക്കാം. ഇതുപോലെ കറക്റ്റ് ഫിറ്റ് ആയിരിക്കണം. ഇടുമ്പോഴത്തേക്കും ലൂസായി പോകുന്നു തോന്നരുത്. ഇതേ മെത്തേഡ് തന്നെയാണ് വലിയവരുടെ എലാസ്റ്റിക്കിനും യൂസ് ചെയ്യുന്നത്. 1 ഇഞ്ചിൻ്റെ ആണെങ്കിലും 1.5 ഇഞ്ചിൻ്റെ ആണെങ്കിലും നമ്മൾ ഇതുപോലെ തന്നെയാണ് യൂസ് ചെയ്യണത്. ഇതിപ്പോൾ മെഷർമെൻറ്റ് എടുക്കാൻ അറിയാത്തവർക്കും കൂടെ ചേർത്താണ് ഞാനിങ്ങനെ പറയണത്. വളരെ എളുപ്പമാണ് ഇത് ട്രൈ ചെയ്ത് നോക്കാനായിട്ട്. ഇതുപോലെ ടൈറ്റ് ചെയ്ത് പിടിക്കുക. ടൈറ്റ് ചെയ്ത് പിടിച്ചതിന് ശേഷം നമുക്ക് എവിടെ വരെയാണോ വേണ്ടത് ഒരു 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് വിട്ടതിന് ശേഷം എവിടെ വരെ വേണോ അത് കണക്കാക്കി കറക്റ്റ് ചെയ്ത് പിടിച്ചതിന് ശേഷം വീണ്ടും ഇവിടെയും ഒരു 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് വിടുക. ഇതിന് ശേഷം നമുക്കിങ്ങനെ പിടി വിട്ട് കൊടുക്കാം. അപ്പോൾ അതാ ഇത്രയാണ് ബാലൻസ് വന്നത്. ഇത്രയാണ് എനിക്ക് വേണ്ട ഇടുപ്പിൻ്റെ വണ്ണം എന്ന് പറയുന്നത്. അതേപോലെയാണ് നമ്മൾ ഓരോ കുട്ടികൾക്കും വണ്ണം എടുക്കുന്നത്. ഇപ്പം എനിക്ക് തയ്ക്കാനുള്ള കുട്ടിയുടെ വണ്ണം അറിയാവുന്നതുകൊണ്ട് ഞാനിപ്പോൾ അല്ലാതെ തന്നെയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇത് കറക്റ്റായിട്ടുള്ള മെഷർമെൻറ്റ് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, ഇനി നമുക്കിത് എലാസ്റ്റിക് ഇതിനകത്തേക്ക് കടത്തി വിടാം.
അപ്പോൾ ഞാൻ ഇതിൻ്റെ താഴ്വശവും ചെറുതായിട്ടൊന്ന് മടക്കി അടിച്ചു. ആദ്യം ഞാൻ ഓവർലാപ്പ് ചെയ്യാമെന്നാണ് വിചാരിച്ചത്, എന്നാലും ജസ്റ്റ് ഒന്ന് മടക്കി അടിച്ചു. ഇനി ഞാൻ ചെയ്തത്, നമ്മൾ നേരത്തെ ഞാൻ എലാസ്റ്റിക് കാണിച്ചു തന്നല്ലോ, അത്രയും പോലെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഒരു പിന്ന് വെച്ച് നമ്മൾ സാധാരണ നാട പാൻറ്റിലൊക്കെ കയറ്റുന്നത് പോലെ തന്നെ ഈ എലാസ്റ്റിക് നമ്മൾ എവിടെ നിന്നാണോ കുറച്ച് ഓപ്പൺ സൈഡ് കൊടുത്തിട്ടുണ്ടല്ലോ, ആ ഓപ്പൺ സൈഡിൻ്റെ അവിടെ നിന്ന് എലാസ്റ്റിക് ഇതുപോലെ പാവാടയ്ക്കകത്തേക്ക് കയറ്റുക. അതായത് സ്കേർട്ടിൻ്റെ ഈ എലാസ്റ്റിക് ഇടുന്ന പോർഷനിലേക്ക് കയറ്റുക. അന്നേരം ശ്രദ്ധിക്കേണ്ട കാര്യം, എലാസ്റ്റിക് കുറച്ചേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ഇതുപോലെ നാട സാധാരണ നമ്മൾ കയറ്റുമ്പോൾ മറ്റേ സൈഡ് അകത്ത് കയറി പോകാറുണ്ട്, അതുപോലെ ആയി പോകരുത്. പകരം ഈ സൈഡിലും എന്തെങ്കിലും പിൻ ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ സൈഡിലെ എലാസ്റ്റിക് അകത്തേക്ക് കയറില്ല. ഇതുപോലെ നമുക്കിത് ഫുള്ളും എലാസ്റ്റിക്കും അകത്ത് കയറ്റി തിരിച്ചെടുക്കാം. അപ്പോൾ ഞാനിത് മുഴുവനായിട്ടും എലാസ്റ്റിക് ഹോളിൽ കൂടെ കയറ്റിയിട്ട് തിരിച്ചെടുത്തിട്ടുണ്ട്. തിരിച്ചെടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ചുരുങ്ങി അകത്ത് ചുറ്റിപ്പോവരുത്. ചുറ്റിപ്പോവാതെ ഒരേ ലെവലിൽ തന്നെ നമ്മൾ എങ്ങനെയാണോ കയറ്റിയത് അതേപോലെ തന്നെ എലാസ്റ്റിക് അകത്തൂടെ തിരിച്ചെടുക്കണം. തിരിച്ചെടുത്തതിന് ശേഷം രണ്ടറ്റവും നമ്മൾ തയ്യൽ തുമ്പ് ഇടാൻ വേണ്ടിയിട്ട് വിട്ടിരുന്നല്ലോ, ആ 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് സ്റ്റിച്ചിട്ട് ജോയിൻ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഞാൻ അത് സ്റ്റിച്ചിട്ട് ജോയിൻ്റ് ചെയ്ത് കഴിഞ്ഞു. അതിനുശേഷം നമുക്ക് ബാക്കിയുള്ളത് കുറച്ചുകൂടെ കട്ട് ചെയ്ത് കളയാം. അപ്പോൾ കറക്റ്റായിക്കൊണ്ട് നല്ല ഫിറ്റായിട്ട് തന്നെ ഇരിക്കണം, അത് കണക്കാക്കി തന്നെ സ്റ്റിച്ച് ഇടണം. അപ്പോൾ ഞാൻ സ്കേർട്ടിൻ്റെ പോർഷൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണെന്ന് വെച്ചാൽ, എലാസ്റ്റിക് ഞാൻ നേരത്തെ ജോയിൻ്റ് ചെയ്ത് കാണിച്ചു തന്നതുപോലെ ജോയിൻ്റ് ചെയ്തതിന് ശേഷം പിന്നെ നമ്മൾ എലാസ്റ്റിക് ഇടാൻ വേണ്ടിയിട്ട് വിട്ടിരുന്ന പോർഷൻ ഉണ്ടല്ലോ, അതുകൂടെ കവർ ചെയ്ത് അടിച്ചതിന് ശേഷം ജസ്റ്റ് വേറെ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല, എല്ലായിടവും ഒന്ന് ഇതുപോലെ ഒന്ന് പ്ലീറ്റ്സ് എല്ലാം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തു. ഇങ്ങനെ മാത്രമേ ചെയ്തിട്ടുള്ളൂ. പിന്നെ ഞാൻ താഴത്തെ പോർഷന് ലേസ് വെക്കുമെന്ന് പറഞ്ഞതുപോലെ തന്നെ ലേസും വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ഭംഗിയാണ്. നമുക്ക് വീട്ടിലത്തെ യൂസിനാണെങ്കിലും പുറത്തു ആണെങ്കിലും ഇങ്ങനത്തെ ഫ്രോക്കുകളെല്ലാം തന്നെ കോട്ടൻ്റെയും അല്ലാത്ത മോഡലും എല്ലാം തന്നെ ഇട്ട് കൊടുക്കാൻ പറ്റും. ഇപ്പോൾ ഇത് മോൾ ഇട്ടുകൊണ്ട് നിൽക്കുന്ന എൻ്റെ ബ്രദറിൻ്റെ മോളാണ്. അവൾ ഇട്ടുകൊണ്ട് നിൽക്കുന്ന ഫോട്ടോയാണ് ഫ്രണ്ടിൽ കണ്ടിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എല്ലാവരും കമൻസൊക്കെ അയയ്ക്കുക, ഷെയർ ചെയ്യുക. പിന്നെ അല്ലാണ്ട് എന്തെങ്കിലും നിങ്ങൾക്ക് പുതുതായിട്ട് അറിയാനായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, സ്റ്റിച്ചിങ്ങിൻ്റെ കാര്യത്തിലാണെങ്കിലും മറ്റെന്തെങ്കിലും കാര്യങ്ങൾ അറിയാനുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാനത് ശ്രദ്ധിച്ചോളാം. വേറെ ഒന്നും പ്രത്യേകിച്ച് പറയാനില്ല. എല്ലാവരും ചാനലിനെ സപ്പോർട്ട് ചെയ്യുക. ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ആഡ് ചെയ്യാവുന്നതാണ്. ഓക്കെ, താങ്ക് യു.